നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മണ്ണിടിച്ചിൽ ലോറിക്കൊപ്പം കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ തിരയാൻ എത്തിയ മലയാളി രക്ഷാപ്രവർത്തക സംഘത്തോട് മടങ്ങിപ്പോകാൻ കർണാടക പോലീസ് നിർദ്ദേശിച്ചിരിക്കുകയാണ്. കർണാടക പോലീസിന് ആദ്യം മുതൽ തന്നെ മലയാളികളോട് അല്ലെങ്കിൽ അവിടെ എത്തിയിരിക്കുന്ന ഓരോ വ്യക്തികളോടും വലിയ ദേഷ്യത്തോടു കൂടി പെരുമാറുന്ന രീതിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് 3 ദിവസം തന്നെ നഷ്ടമാകുന്ന സാഹചര്യമുണ്ട്. ഈ 3 ദിവസം നമ്മളിൽ നഷ്ടമാകുന്നു, എന്താ നിങ്ങൾ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ച് ചോദ്യങ്ങൾ ഉയർത്തി ലോറി ഡ്രൈവറും അതുപോലെ തന്നെ സുഹൃത്തുക്കളും അർജുന്റെ സഹോദരനും അടക്കമുള്ളവർ അവിടെ എത്തുകയുണ്ടായി. അതിനുശേഷം രഞ്ജിത്ത് ഇസ്രായേൽ, നമുക്കറിയാം രഞ്ജിത്ത് ഇസ്രായേലിന്റെ കഴിവും പ്രാവീണ്യവും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം എത്തിയപ്പോഴും അദ്ദേഹത്തിനോട് വളരെ മോശമായി തന്നെയാണ് എല്ലാവരും പെരുമാറിയത്. അവിടുത്തെ കർണാടക പോലീസും ഒക്കെ തന്നെ പെരുമാറിയത്. എന്നാൽ പിന്നീട് ആ ഒരു മീഡിയ അറ്റൻഷനും ഒക്കെ കിട്ടിയ സാഹചര്യത്തിൽ കർണാടക പോലീസ് രഞ്ജിത്തിനെ അവിടെ ഉൾക്കൊള്ളുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സേന എത്തുന്നതിന് മുന്നേ തന്നെ അവിടുത്തെ എല്ലാ രക്ഷാപ്രവർത്തനം നടന്നത് രഞ്ജിത്ത് ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ തന്നെയാണ്. ഇപ്പോൾ രഞ്ജിത്ത് ഇസ്രായേലിന് അടക്കമുള്ളവരോട് മടങ്ങിപ്പോകാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ കർണാടക പോലീസ്. സ്ഥലത്ത് ഇന്ത്യൻ സൈന്യം മാത്രം മതിയെന്നും അരമണിക്കൂറിനുള്ളിൽ മറ്റുള്ളവർ സ്ഥലത്ത് നിന്ന് മാറാനുമാണ് പോലീസ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഇത്. രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ കോഴിക്കോട് നിന്നും 18 അംഗ സംഘമാണ് കർണാടകയിലെത്തിയത്. എന്റെ മുക്കം, കർമ്മ, ഓമശ്ശേരി, അതുപോലെ തന്നെ പുൽപ്പറമ്പ്, രക്ഷാസേന തുടങ്ങിയ സന്നദ്ധ സംഘടനകളിൽപ്പെട്ട 18 പേരാണ് ഇന്ന് പുലർച്ചെ 2:30 സംഭവ സ്ഥലത്ത് എത്തിയത്. ബോട്ട്, സ്കൂബ ഡൈവിംഗ് സെറ്റ്, റോപ്പ് തുടങ്ങിയ സംവിധാനങ്ങളും ഇവർ കരുതിയിരുന്നു. അർജുനെ കാണാനില്ല എന്നറിഞ്ഞപ്പോൾ മുതൽ രക്ഷാപ്രവർത്തനത്തിന് സന്നദ്ധമായിരുന്നുവെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് ഇതുവരെ പോകാതിരുന്നത് എന്നും ഇവർ പറയുന്നു. നേരത്തെ ഡീപ് സെർച്ച് ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ലോഹ സാന്നിധ്യം ഉണ്ട് എന്ന സൂചന ലഭിച്ചതായാണ് വിവരം. മുൻപ് അർജുന്റെ മൊബൈൽ സിഗ്നൽ ലഭിച്ച അതേ ഭാഗത്താണ് ഡിറ്റക്ടർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ലോഹ സാന്നിധ്യം കണ്ടെത്തിയത്. അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ 7ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ലോറി കരയിലുണ്ടാകാൻ 99% സാധ്യത ഇല്ല എന്നാണ് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മി പ്രിയ മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. വാഹനം ഗംഗാവലി പുഴയിൽ ഉണ്ടാകാനാണ് സാധ്യത. ഈ അവ്യക്തമായ ചില സിഗ്നലുകൾ ലഭിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. മണ്ണിടിച്ചിലിന് 10 മിനിറ്റ് മുൻപുള്ള അപകട സ്ഥലത്തിന്റെ ദൃശ്യങ്ങൾ ഇന്ന് ലഭിക്കുമെന്ന് കളക്ടർ പറയുകയാണ്. പക്ഷേ അതേസമയം നിലവിൽ ഈ മലയാളികളെ ഒന്നടങ്കം പോകാനായിട്ട് അവിടെ നിന്ന് മാറാനായി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ രാവിലെ രഞ്ജിത്ത് ഇസ്രായേൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇവർ 90% മണ്ണ് മാറ്റി എന്ന് പറയുന്നുണ്ടെങ്കിലും 90% അല്ല, ഒരു 80% മാത്രമേ മണ്ണ് മാറ്റിയിട്ടുള്ളൂ. ഇനിയും മണ്ണ് മാറ്റാനുള്ള സാഹചര്യമുണ്ട്. ഞാൻ അടിയുറച്ചു പറയുന്നു, ലോറി ഇവിടെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത, കരയിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണുള്ളത്. പുഴയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇന്ന് കൂടുതൽ ശക്തമായി തന്നെ പുഴയിലേക്ക് തിരച്ചിൽ തുടരാനാണ് സാധ്യത. ഈ രഞ്ജിത്തിനെ വിശ്വസിക്കുകയാണ് എല്ലാവരും എന്ന് മനസ്സിലാകുന്നത്. അതേസമയം അർജുന്റെ കുടുംബം അവർ പറയുന്നത് അവസാനമായെങ്കിലും ഒരു നോക്കെങ്കിലും കാണാൻ സാധിച്ചാൽ മതിയായിരുന്നു എന്നാണ് രഞ്ജിത്തിന്റെ കുടുംബം പറയുന്നത്. ഇനി മകൻ ജീവനോടെ വരുമെന്ന ഉറപ്പ് ഞങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു. ഇന്ത്യൻ ആർമി എത്തിയപ്പോൾ വളരെയധികം ആവേശത്തോടുകൂടും ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഇരുന്നത്. പക്ഷെ അവർക്കും രക്ഷിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഏറെ ദുഃഖകരമായ വാർത്ത തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയാണ് അർജുന്റെ കുടുംബം. എന്തായാലും മലയാളികളെ ഒന്നടങ്കം അവിടെ നിന്ന് ആട്ടിപ്പായുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടാകുന്നു. കർണാടക പോലീസിന് എന്തുപറ്റി നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുകയാണ്.